ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഞാൻ വെൽക്കം ബാക്ക് പറഞ്ഞിട്ട് ഏകദേശം ഒരു 3 മാസമായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മീഷോൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിന് കേട്ടോ. പക്ഷെ അത് ഡിലീറ്റായി പോയ വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്തതാണ്. കുറേ പേർക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം എന്ന്. ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും കമ്മ്യൂണിറ്റി ടാബിൽ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നുണ്ടേനി പഴയ വീഡിയോ ആണ് വീണ്ടും അപ്ലോഡ് ചെയ്യാണ് ഡിലീറ്റായി പോയോണ്ടെന്ന്. അപ്പോൾ എന്തൊക്കെ ആയാലും 3 മാസത്തെ ഒരു ലോങ് ബ്രേക്കിന് ശേഷം ഞാനിപ്പോൾ വീണ്ടും വീഡിയോ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ എന്താ ഇനിയിപ്പോൾ ഇട്ട് തുടങ്ങാന്നുണ്ടേനു, അതായത് ഇപ്പോൾ ഇത്രയും ഗ്യാപ്പ് എടുത്തതല്ലേ, അപ്പം ഇനി എന്ത് വീഡിയോ ഇട്ടിട്ടാണ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടേനി. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു Q&A ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളെ ഫാമിലി ഇപ്പം വലിയ ഫാമിലി ആയിട്ടുണ്ട്, 8 lakh അബവ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ Q&A ചെയ്തത് നമുക്ക് 5 lakh സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്തേനും ഇപ്പം അത് 8 lakh ആയിട്ടുണ്ട്. അപ്പം അത്രയും പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പറ്റിയിട്ട് ഇപ്പം എല്ലാം ഒന്നും അറിഞ്ഞോളണമെന്നില്ല. കാരണം നമുക്ക് ഏകദേശം ഒരു 250-ലും മേലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും ഒന്നും ഇരുന്ന് കണ്ടോളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഏകദേശം ഒരു 133 കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കുറേ കമൻറ്റ്സ് ഒക്കെ സെയിം ആണ് കേട്ടോ. എന്തേ ഇത്ര കാലം വീഡിയോ ഇടാഞ്ഞത്, പിന്നെ പ്രഗ്നൻ്റ് ആണോ, അങ്ങനത്തെ കുറേ കമൻറ്റ്സ് സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ അതിനൊക്കെ ആൻസർ ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ആയിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പം ഇവിടെ താഴത്തെ റൂമിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എൻ്റെ സൗണ്ടിനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് സൗണ്ടും വലിയ ഒരു ശരി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഈ ഒരു വീഡിയോ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളതൊക്കെ നമുക്കെല്ലാം ഉഷാറാക്കാം. അപ്പം ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വായിക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് 3 ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ട്, ഏജ്, എന്താവാനാണ് ആഗ്രഹം, ബേക്കിംഗ് ക്ലാസ് ആൻഡ് കേക്ക് റെസിപ്പീസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഏജ് വന്നിട്ട് എനിക്ക് കഴിഞ്ഞ ഡിസംബറിൽ, അതായത് 2021 ഡിസംബറിൽ 25 വയസ്സായിട്ടുണ്ട്. പിന്നെ എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു. എനിക്ക് ഡോക്ടർ ആവാനേനു ആഗ്രഹം ഉണ്ടായിരുന്നത്, പക്ഷേ ഞാനിപ്പം ടീച്ചറാണ് ആയിട്ടുള്ളത്, BEd കഴിഞ്ഞതാണ്. പിന്നെ ബേക്കിംഗ് ക്ലാസ് ആൻഡ് കേക്ക് റെസിപ്പീസ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. കേക്ക് റെസിപ്പീസ് നമുക്ക് ഇനിയും കുറേ എണ്ണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ എണ്ണം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എടുക്കാനായിട്ടുള്ളത്. അപ്പം കുറേ കേക്ക് റെസിപ്പീസ് വരുന്നുണ്ട്. പിന്നെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കുറേ ടിപ്സ് ആൻഡ് ട്രിക്സും പിന്നെ കുറേ ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഇങ്ങനെ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടേന് കേട്ടോ വീഡിയോ ചെയ്തിനത്. നമ്മളിപ്പം 3-4 ബേക്കിംഗ് ക്ലാസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നെ വലിയ എന്താ പറയുക, തീരെ വ്യൂസും കാര്യങ്ങളൊന്നും വരാതായി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് വീഡിയോസ് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബേക്കിംഗ് ക്ലാസ്സസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ 4 വീഡിയോസിൽ തന്നെ ബേസിക് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഞാൻ ആ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടാവും. പിന്നെന്താ ഉള്ളത്, കേക്ക് റെസിപ്പീസ്. ഓരോ കേക്ക് റെസിപ്പി പോസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ അതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ബേസിക് ലെവൽ മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇപ്പം മുട്ട ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ വെള്ളം ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു ബേസിക് കാര്യം മുതലേ ഞാൻ എല്ലാ വീഡിയോയിലും പറയലുണ്ട്. അത് റിപ്പീറ്റ് അടിച്ച് പറയണതാണ്. കാരണം നമ്മളിപ്പം കേക്ക് ഉണ്ടാക്കാൻ നേരത്ത് ആ ഒരു വീഡിയോ മാത്രമല്ലേ കാണുമല്ലോ, അല്ലാതെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോ പോയിട്ട് എടുത്ത് കാണുന്നില്ലല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലതും കിട്ടിക്കോട്ടെ, മീൻസ് ആ കേക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ വീഡിയോയിലും ഈ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറയലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ഇത്രയും ദിവസം വീഡിയോ ഇല്ലാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു, ഇത്താനെ നല്ലോണം മിസ് ചെയ്തിരുന്നത്, ലവ് യു ലോട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ. അതായത് ഇത്രയും ദിവസം എന്തേ വീഡിയോ ഇടാഞ്ഞതെന്ന്. പിന്നെ അത് ഞാൻ പറയാം, അതിൻ്റെ റീസൺ ഞാൻ പറയാം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, പ്ലീസ് പോസ്റ്റ് സം വർക്ക്ഔട്ട്സ് ആൻഡ് ടിപ്സ് ഫോർ വെയിറ്റ് ലോസ്, റിയലി മിസ്ഡ് യു, ഓൾ ഡേ ഐ ചെക്ക് യുവർ യൂട്യൂബ് പേജ് ടു നോ ദാറ്റ് യു പോസ്റ്റ് എ ന്യൂ വീഡിയോ, നൗ ഹാപ്പി, പ്ലീസ് പോസ്റ്റ് സം വെയിറ്റ് ലോസ് ടിപ്സ്, ഹൗ ഈസ് യുവർ എഡ്യൂക്കേഷൻ.
അപ്പോൾ വെയിറ്റ് ലോസ് ടിപ്സ് എനിക്ക് തോന്നുന്നത് ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പം അതിൽ പറയലുണ്ട്. മീൻസ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയലുണ്ട്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന്. ഇപ്പം ഞാൻ അങ്ങനെ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യണില്ല. ആദ്യം അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണോ ഡയറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ചോറൊന്നും കഴിക്കലില്ലേന് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചൊക്കെ ചോറ് കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എൻ്റെ വെയിറ്റ് വല്ലാതൊന്നും അങ്ങോട്ട് കൂടുന്നില്ല. ഞാൻ 50 to 53 ആ ലെവലിൽ തന്നെ നിൽക്കണത്. വെയിറ്റ് വല്ലാതെ അങ്ങനെ ഉണ്ട് ഓവറായിട്ട് കൂടി പോണില്ല. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ വെയിറ്റ് ഒന്ന് കുറച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് കൺട്രോളിൽ നിൽക്കണം. അതായത് ഓവറായിട്ട് വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ആ സെയിം ഇതിലേക്ക് തന്നെ വെയിറ്റ് പോകും. അതുകൊണ്ട് ഒന്ന് പിടിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതിൽ ഞാൻ ചെയ്തിട്ടുള്ള വർക്കൗട്ട്സിൻ്റെ ചെറിയൊരു ഭാഗം കാണിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡയറ്റിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അത് വേണമെങ്കിൽ ഞാനിവിടെ ഐക്കാർട്ടിലോ അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കുക ആ വീഡിയോ. അടുത്ത ചോദ്യം, കഴിഞ്ഞ ഇയർ തൊട്ടേ പറയുന്നു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്യോ ചേച്ചിന്ന്. മേക്കപ്പിനെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ, ഞാൻ മേക്കപ്പ് ചെയ്യലുണ്ട്, പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള അറിവൊന്നും എനിക്കില്ല. ഞാനിപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ കണ്ണെഴുതും ലിപ്സ്റ്റിക് ഇടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. അല്ലാതെ ഒരു പ്രോ ആയിട്ടിരുന്ന് പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള നോളജ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മേക്കപ്പ് വീഡിയോ ചെയ്യലുണ്ടാവില്ല. സോറി. പിന്നെന്താ ചോദ്യം, ഇത്രയും മാസം എന്താ വീഡിയോ ഇടാതെ ഇരുന്നത്? വർക്ക് റിലേറ്റഡ് ആയിട്ട് ഹോട്ടലിലല്ലായിരുന്നോ? ഇപ്പോഴും അവിടെയാണോ? സ്റ്റഡീസ് കഴിഞ്ഞോന്ന്? അപ്പോൾ ഇത്രയും കാലം എന്തേലും വീഡിയോ ഇടാഞ്ഞത് എന്നുള്ളതിൻ്റെ റീസൺ വന്നിട്ട് ഞാനങ്ങനെ മതി ഇനി വീഡിയോ ഇട്ടത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം അങ്ങനെ വിചാരിച്ചിട്ടൊന്നും ചെയ്തതല്ല. അത് അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഉണ്ടായ കാര്യം, നമ്മൾ ഒരു 2 മാസം അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ദിവസം പോലും വിടാതെ ഞാൻ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടേനി. അപ്പോൾ അത് കാരണം ഞാൻ ഫസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ വീഡിയോ ഇടാനായിട്ട് തുടങ്ങിയത്. അതായത് ഇനി മുതൽ എന്നും വീഡിയോ ഉണ്ടാവും എന്നൊക്കെ കമ്മ്യൂണിറ്റി ടാബ് പോയിട്ട് ഭയങ്കര വീരവാദമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത്, ഞാൻ മെയിനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത് ബാക്കപ്പ് വെക്കണം വീഡിയോസ്. ഒരു 2 വീഡിയോ എങ്കിലും ബാക്കപ്പ് വെക്കണം. എന്നിട്ട് അതാവുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. കാരണം ഇപ്പം ഇന്നിടാനുള്ള വീഡിയോ ഞാനൊരു 2 ദിവസം മുന്നേ റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇന്നും എനിക്ക് വീഡിയോ എടുക്കാം, അത് എഡിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിന് പ്ലാന്. പക്ഷേ എല്ലാം കൊളായി. കാരണം ചില ദിവസങ്ങളിൽ ഞാൻ എടുക്കുന്ന റെസിപ്പീസ് ഫ്ലോപ്പായിട്ട് പോകും. അപ്പോൾ പിന്നെ അടുത്ത ദിവസത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല, ഇടാനായിട്ട് വീഡിയോ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എനിക്കത് ഭയങ്കര സ്ട്രെസ്സായി, മെൻ്റലി ഭയങ്കര പ്രഷർ വന്ന്. ഞാൻ എന്നിട്ട് രാവിലെ വെച്ചിട്ട് വീഡിയോ എടുക്കും. എന്നിട്ട് ഒരു 11 മണി മീൻസ് 10 മണി 11 മണി ആ സമയത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കും. എന്നിട്ട് ഒരു 12 മണി മുതൽ 1 മണി വരെ ഞാൻ എഡിറ്റ് ചെയ്യും. അതിനുശേഷം 2 മണിക്ക് പബ്ലിഷ് ചെയ്യും. അപ്ലോഡിന് ഇട്ടതിന് ശേഷം 2 മണി ആകുമ്പോഴത്തേനും ഞാൻ പബ്ലിഷ് ചെയ്യും. പിന്നെ എനിക്ക് അടുത്ത ദിവസത്തേക്കുള്ള വീഡിയോ എടുക്കണം. ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആയിക്കാണതിനെ പിന്നെ പറയും വേണ്ട. അങ്ങനെ ഭയങ്കര മെൻ്റലി ഭയങ്കര പ്രഷർ വന്ന്, ഫിസിക്കലിയും അതേപോലെ തന്നെ നമ്മളിങ്ങനെ കിച്ചണിലിങ്ങനെ നിന്ന് ചെയ്യണ്ടേ. പിന്നെ ഇപ്പം ഞാൻ നല്ല ക്വാളിറ്റി വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല സോഫ്റ്റ് ബോക്സ് ലൈറ്റും പിന്നെ റിംഗ് ലൈറ്റും അതുപോലെ ക്യാമറയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കത് എടുത്തു കൊണ്ടുവരാനും പിന്നെ ഫിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ചധികം സമയം വേണം. പിന്നെ നല്ല വെയിറ്റും ഉണ്ടാവും ഓരോ സാധനങ്ങൾ. എൻ്റെ കിച്ചണാണ് ചെറുതാണ്. ഇപ്പോൾ ഫ്ലാറ്റിലെ കിച്ചൺ ആണെങ്കിലും ഇവിടെ എൻ്റെ വീട്ടിലെ കിച്ചൺ ആണെങ്കിലും ഒക്കെ ചെറുതാണ്. അപ്പം നമ്മൾ ഈ ലൈറ്റും ക്യാമറയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പം തട്ടി വീകലും അങ്ങനെ എല്ലാം കൂടെ ഒരു കഥയേനി. അപ്പോൾ പിന്നെ എന്നാലും അൽഹംദുലില്ലാ 2 മാസത്തോളം എനിക്ക് നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നവംബർ 1-ാം തീയതി എൻ്റെ കൈ മുറിഞ്ഞ് ഞാൻ ഏതോ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്കത് പോരാന്ന് തോന്നിയതിന് ശേഷം ഞാൻ വീണ്ടും ചെയ്ത് നോക്കിയിനി. അപ്പോൾ അതിൽ നാരങ്ങ മുറിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കേക്ക് കട്ട് ചെയ്യുന്ന നൈഫ് ഉണ്ടല്ലോ, ഞാൻ സെറേറ്റഡ് ആയിട്ടുള്ള നൈഫ്, അത് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തപ്പം കൈയിൻ്റെ ഇവിടെ നല്ലൊരു കട്ട് കിട്ടി. അപ്പോൾ അത് പിന്നെ കെട്ടിച്ചൊക്കെ ചെയ്ത് പിന്നെ വെള്ളം നനയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസത്തിന് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ടായിരുന്നു ഉള്ളിലേക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുറി ഉണങ്ങട്ടേന്ന്. അങ്ങനെ ഒരു 7 ദിവസം ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടേനി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സൗണ്ടിന് പ്രശ്നം വന്നേ, അതുപോലെ മൊത്തത്തിൽ ഭയങ്കര ഡൗൺ ആയിപ്പോയി.
അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാം കഴിയട്ടെ എന്നിട്ട് റെഡിയാക്കാന്ന്. പിന്നെ ആണ് എക്സാമിൻ്റെ കാര്യം വന്നത്. ഞാൻ എക്സാം എഴുതാന്നുള്ള പ്ലാനിലേനു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും, ഞാനൊരു മെഡിക്കൽ കോഴ്സ് ചെയ്തിട്ടുണ്ടേനി. അപ്പോൾ അതിൻ്റെ എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല, കഴിഞ്ഞ കൊല്ലം ചെയ്തിട്ടുള്ള കോഴ്സാണ്. അപ്പം ഈ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എക്സാം എഴുതാന്ന്. അത് പഠിക്കാനിരുന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സമയമാണ് നമുക്ക്. പിന്നെ വേറൊന്നൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഫുൾ കോൺസെൻട്രേഷനൊക്കെ പോവും. അപ്പോൾ ഞാൻ അതൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് ദിവസം കൂടെ ഇപ്പോൾ ഏതായാലും 7 ദിവസം ആയതല്ലേ, ഇനിയിപ്പോൾ ഒരു 7 ദിവസം കൂടെ നമുക്ക് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത്. പിന്നെ എനിക്ക് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് തുടങ്ങിയപ്പോൾ ഇത് നല്ല പരിപാടിയാണല്ലോ, കാരണം വല്ലാതൊന്നും ചെയ്യാനില്ല. മറ്റെനിക്ക് ഭയങ്കര മെൻ്റൽ പ്രഷറാണ്. അതായത് ഇപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ നാളെ എന്തെടുക്കും, എങ്ങനെ എടുക്കും, ഇനിയിപ്പോൾ അത് ശരിയാവോ, എഡിറ്റ് ചെയ്യണ്ടേ, അതിനുള്ള സാധനങ്ങളുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ തല ചെയ്ത് നേരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കേനു. അപ്പോൾ പിന്നെ അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. അങ്ങനെ ഞാൻ ആ ഒരു റെസ്റ്റ് എടുക്കുന്ന സമയം ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴും എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫിസിക്കലി ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ ഓക്കെ റെസ്റ്റ് എടുത്തോ, അതിന് ശേഷം മതി ഇനി വീഡിയോസ് ചെയ്യലെന്നൊക്കെ. ഉപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയും എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ടേനി. പിന്നെ എല്ലാവർക്കും എൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ മനസ്സിലായി, എന്താ പറയുക, ഇങ്ങനെ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ഇത്രയും കാലം റെസ്റ്റ് എടുത്തത്. സത്യം പറഞ്ഞാൽ ഒരു മാസത്തെ റെസ്റ്റൊക്കെ മതിയായിരുന്നു. പിന്നെ എനിക്കിത് ഭയങ്കര രസമായിട്ട് തോന്നി, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തിരിക്കുക. അതൊക്കെ ഇനിയിപ്പോൾ മെയിനായിട്ടുണ്ടായിന് പരിപാടികൾ. അപ്പോൾ ഈ റീസൺസ് കൊണ്ടൊക്കെയായിരുന്നു ഞാൻ വീഡിയോ ഇടാഞ്ഞത്. ഒരു റീസണായിട്ടല്ലേ, ഇനി കുറേ സംഭവങ്ങൾ കൂടിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ യൂട്യൂബ് ഒന്ന് സ്റ്റോപ്പ് ആക്കാം, ഒന്ന് മൈൻഡ് ക്ലിയർ ചെയ്യുക, എന്നിട്ട് വീണ്ടും വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായത്. പിന്നെ ചോദിച്ച ആ ചോദ്യം, ഹോട്ടലിലല്ലായിരുന്നോ താമസിക്കുന്നത്? ഹോട്ടലിലല്ലായിരുന്നോ, നമ്മൾ ഫ്ലാറ്റ് എടുത്തിട്ട് മാറിയതേനി. ഞാനും അനീസ്കയും കൂടെ ഫ്ലാറ്റ് എടുത്തിട്ട് മാറിയതേനി. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഫ്ലാറ്റിലേക്ക് മാറിയത് എന്തിനാണെന്ന് വെച്ചാൽ മെയിനായിട്ട് വീഡിയോൻ്റെ കാര്യങ്ങൾ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പം കുറേ സമയം വേണം. ഇപ്പം ഒരു കാര്യം തന്നെ ചിലപ്പം വീണ്ടും വീണ്ടും ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോണ സാധനങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് നിന്ന് ചെയ്യാനും പിന്നെ എന്താ പറയുക അനീസ്കക്ക് പോയി വരാനും അങ്ങനെ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടേനു നമ്മൾ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായത്. ഫറൂഖ് കോളേജിലേനു ഫ്ലാറ്റ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ലവ് മാരേജ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലവ് മാരേജ് അല്ല, അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. ഇത്താൻ്റെ സംസാരം പൊളിയാണ്, താങ്ക് യു സോ മച്ച്. ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞു എൻ്റെ ഉമ്മാനോട്, നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ ഒന്നും ഇടലില്ലല്ലോ എന്ന്. കീപ്പ് ഹെൽത്തി, എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോസ് ആയി വരും. അപ്പോൾ ഞാൻ വന്നിക്കാണ്. ഇൻഷാല്ലാ ഇനി നമ്മൾ പഴയ പോലെ തന്നെ വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡെയിലി വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിലും ഡെയിലി ഇനി ഞാൻ വീഡിയോ ചിലപ്പോഴേ ഇടുള്ളൂ കേട്ടോ. എനിക്ക് ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡെയിലി വീഡിയോ ഇടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും എനിക്ക് മെൻ്റൽ പ്രഷർ വരും. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാവും കാര്യങ്ങൾ. അപ്പം ഒന്നുകിൽ 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. എന്തുകൊണ്ടാണ് വീട് മാറിയത്? ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു റീസൺ കൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ വീട് മാറിയിട്ടുണ്ടായത്. എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനും പിന്നെ എൻ്റെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പം സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രമല്ല നമ്മളെടുത്ത് ഉണ്ടാവുക. വീഡിയോയിൽ കാണിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ വേണ്ടേ. എന്നാലും എൻ്റെ വീഡിയോയിൽ അങ്ങനെ വലിയ ഭംഗിയുള്ള പാത്രങ്ങളൊന്നുമല്ല ഞാൻ യൂസ് ചെയ്യൽ. എന്നാലും ആ ഉള്ളതിൽ വെച്ചിട്ട് നല്ല കുറച്ച് സാധനങ്ങളൊക്കെ വേണം. പിന്നെന്താ പറയുക, നോൺ സ്റ്റിക്കിൻ്റെ നല്ല നല്ല പാത്രങ്ങൾ, അതൊക്കെ ഇൻ്റെത് എക്സ്ട്രാ കുറേ ഉണ്ടേനി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ അവിടെ വീട്ടിൽ വെച്ചപ്പം ഉമ്മൻ്റെ സാധനങ്ങൾ വെക്കാനും ഇൻ്റെത് വെക്കാനും ഒന്നിനും വല്ലാതൊരു സ്ഥലമില്ലാതായി. നമ്മൾ എനിക്ക് തോന്നിയ കിച്ചൺ ടൂർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുഞ്ഞ് കിച്ചണാണ്. എല്ലാം കൂടെ സ്റ്റോർ ചെയ്യാൻ സ്ഥലമില്ലാതെ. പിന്നെ എനിക്ക് PR വരുന്ന കുറേ സാധനങ്ങളുണ്ട്. എല്ലാം കൂടെ സ്റ്റോർ ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് ഓക്കെ ഫ്ലാറ്റ് എടുക്കാം, എന്നാൽ പിന്നെ ഇതെല്ലാം അവിടെ വെക്കാം. പിന്നെ എനിക്ക് സ്വസ്ഥതയിൽ എല്ലാം ചെയ്യുകയും ചെയ്യാമല്ലോ. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ വേറെ ആരും വെറുപ്പിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് എടുത്തിട്ട് മാറിയത്. വീഡിയോ ഇല്ലാത്തത് എക്സാം ആൻഡ് സ്റ്റഡീസ് ആണെന്ന് പറഞ്ഞല്ലോ. എന്താ പഠിക്കുന്നത്? ഞാനൊരു മെഡിക്കൽ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറച്ച് മുന്നേയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല. വീട് എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ വീട് ഇവിടെ വള്ളിക്കുന്നാണ്, മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്ന്. അനീസ്കൻ്റെ വീട് വന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ നെയിം ഹസ്ബൻഡ് അനീസ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്. പ്രഗ്നൻ്റ് ആണോ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം.
ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, ഒത്തിരി മിസ് ചെയ്തു. ഇൻഷാല്ല ഞാൻ ചെയ്യാം കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ്സ് ഒക്കെ ഇൻഷാല്ല ചെയ്യാം. പിന്നെ വെയിറ്റ് ലോസ് ജേർണി ചെയ്യാമോ? അത് ഞാൻ ചെയ്തിട്ടുണ്ട് വെയിറ്റ് ലോസ് ജേർണി. ഞാൻ 59 അറൗണ്ട് ഒരു 59 കിലോന്ന് നേരെ കൊണ്ടുവന്നിട്ട് 52 എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം പിന്നെ എൻ്റെ മുഖമൊക്കെ കുറച്ചൊന്ന് തടിച്ചിട്ടുണ്ട് തോന്നുന്നത്. പിന്നെ കുറച്ച് പിമ്പിൾസൊക്കെ ഉണ്ട്, എന്നാലും ഓക്കെയാണ്. ഈ പിമ്പിൾസൊക്കെ ഞാൻ പിന്നെ ഓയിൽ കൂട്ടാൻ തുടങ്ങിയതിന് ശേഷം വന്നതാണ് കേട്ടോ, അല്ലാതെ മുഖമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ആ ഒരു ഡയറ്റ് ചെയ്തപ്പോൾ. പിന്നെ ഏജ് ഞാൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഞാൻ BA കംപ്ലീറ്റ് ചെയ്തിട്ട് B.Ed എടുത്തതാണ്. പിന്നെ ഒരു മെഡിക്കൽ കോഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇൻഷാല്ല PG ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിന് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി ക്വസ്റ്റ്യൻ. എങ്ങനെയുണ്ട് യൂട്യൂബിൽ നിന്ന് കുറച്ച് മാറി നിന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ആൻഡ് തിരിച്ച് വന്നപ്പോൾ ഉള്ള ചേഞ്ചസ്? കുറച്ച് മാറി നിന്നപ്പോൾ കുറച്ച് റിലാക്സേഷൻ ഒക്കെ കിട്ടിയപ്പോൾ എപ്പോഴേലും മനസ്സിൽ തോന്നിയിരുന്നോ യൂട്യൂബ് നിർത്തിയാലോ എന്ന്? എക്സ്പെക്ട് ദി ആൻസർ. ഒരിക്കലും യൂട്യൂബ് നിർത്താമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഇത് എന്താ പറയുക, ഞാൻ പ്രതീക്ഷിക്കാതെ പഠിച്ചോൻ കൊണ്ട് തന്നിട്ടുള്ളൊരു ഭാഗ്യമാണ്. കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്നും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇത്രയും 8 lakh സബ്സ്ക്രൈബേഴ്സ് ആവുന്നോ, ഒന്നും തീരെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. അന്നൊരു 100 സബ്സ്ക്രൈബർ ആയപ്പം, അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനും ഇവിടെ അനിയന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്ര പോലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്ന ആൾക്ക് 8 lakh സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താ പറയുക, പഠിച്ചോൻ്റെ അനുഗ്രഹമാണ്. പിന്നെ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ഉണ്ട്, കുറച്ചൊക്കെ ഫാമിലിൻ്റെ സപ്പോർട്ടും ഉണ്ടും. 2 ഫാമിലീസും ഭയങ്കര സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ. അവിടുത്തെ അനീസ്ഖാൻ്റെ ഉപ്പക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യുന്നതിൽ. എപ്പോഴും എന്നോട് ചോദിക്കും, ഇപ്പോൾ വീഡിയോ ഇടലില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കില്ല. ഞാനിപ്പോൾ നിർത്തിയ സമയത്തൊക്കെ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നു, എന്താ ഡാറ്റ ഇട്ടൂടെ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും 2 ഫാമിലീസും ഈക്വലി സപ്പോർട്ടീവാണ്. എല്ലാം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇനി പിന്നെ മാറി നിന്നപ്പോൾ റിലാക്സേഷൻ ഉണ്ടേനോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് കുറച്ചൊരു ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇനി എന്തിടണം എന്നുള്ള ആ ഒരു സംഭവമേ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടേനി. പക്ഷേ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലല്ലോ. കമൻസ് മിസ് ചെയ്യുമ്പോഴാണ് ഭയങ്കര സങ്കടം. കാരണം ഓരോ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേ കമൻസ് വരും. അതിന് ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കലുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കമൻസിന് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത്. ആ ഒരു കാര്യം ഇല്ലാതായപ്പോൾ കുറച്ചൊരു വിഷമമൊക്കെ തോന്നി കേട്ടോ. അങ്ങനെ എനിക്കിഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും കാലം, ഒരു 4 വർഷത്തോളമായി ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യണേ. ഇഷ്ടമില്ലാത്തൊരു കാര്യം നമുക്ക് ഇത്രയും കാലമൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും യൂട്യൂബ് നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ജോബ് ഉണ്ടായിരുന്നു, ലൈഫ് സ്റ്റോറി. ജോബ് ഉണ്ടായിരുന്നു വെച്ചാൽ ഇപ്പം അടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ടായിന്, അതിനെനിക്ക് കിട്ടി. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ടീച്ചറായിട്ട്, ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ഹൈസ്കൂളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി വേജ് ചെയ്യുന്നു കേട്ടോ. പക്ഷേ പോകാനായിട്ട് പറ്റിയില്ല. ഡെയിലി പോയി വരാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷനിലല്ലേ ഇനി. അപ്പോൾ പിന്നെ അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്ത്. പിന്നെ ലൈഫ് സ്റ്റോറി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. നമുക്കത് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾ അനീസ്ഖാൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എടുക്കുന്ന ഡേ ഇൻ മൈ ലൈഫ് പൊളിയായിരുന്നു. അതുപോലത്തെ വീഡിയോകൾ ഇനി ചെയ്യുമോ? ലഞ്ച് പ്രിപ്പറേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് അതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അന്ന് അനീസ്ഖാൻ്റെ ജ്വല്ലറിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് സ്റ്റാർട്ടാക്കിയോ? അനീസ്ഖാൻ്റെ ജ്വല്ലറിക്ക് പേര് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പേര് സെലക്ട് ആക്കിയത് കലിമ ജ്വല്ലേഴ്സ് എന്നാണ്. കലിമ ഗോൾഡൻ ഡയമണ്ട്സ് കലിമയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞ ആളുടെ കമൻറ്റിൻ്റെ താഴെ നമ്മൾ പോയിട്ട് അനീസ്ക തന്നെ പോയിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങളെ പേരാണ് സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന പേര് പറയുന്ന ആൾക്ക് ഒരു സമ്മാനം, ഒരു ഗോൾഡ് കോയിൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീസ്ക ഇനോഗ്രേഷൻ്റെ അന്ന്. പക്ഷേ ഈ പറഞ്ഞ ആൾ റിപ്ലൈ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പം കലിമ എന്ന് പറഞ്ഞ പേര് സജസ്റ്റ് ചെയ്ത ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ആ കമൻറ്റിൻ്റെ താഴെ ഒന്ന് റിപ്ലൈ കൊടുക്കണേ. എന്നാൽ പിന്നെ നമ്മുടെ ഇനോഗ്രേഷൻ്റെ അന്ന് നിങ്ങൾക്കൊരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് തരുന്നതായിരിക്കും. പിന്നെ അനീസ്ഖാൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ വന്നിട്ട് മാർച്ച് 9-ാം തീയതിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാമനാട്ടുകര ICIC ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് പേപ്പറാണ് ഇപ്പം കലിമ ജ്വല്ലറി ആയിട്ട് മാറ്റിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മുടെ ഗ്രില്ലാക്സിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ, കോഴിക്കോട് രാമനാട്ടുകര നമ്മളെ ഈ ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ മാർച്ച് 9-ാം തീയതി എന്തായാലും വരണം. ടൈം എനിക്ക് തോന്നുന്നത് രാവിലെ തന്നെ ആവും ഇനോഗ്രേഷൻ ഉണ്ടാവുക. ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പറയുന്നുണ്ട്.
അപ്പോൾ ഈ ഭാഗത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വരണം, നമ്മളൊക്കെ ഉണ്ടാവും, ഞാനുണ്ടാവും എന്തായാലും, പിന്നെ നമ്മളെ ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തുള്ളവരാണെങ്കിൽ എന്തായാലും വരും. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഡയറ്റൊക്കെ നിർത്തിയോ, എങ്ങനെയാ ഇത് കൺട്രോൾ ചെയ്ത് പോകണത്? ഞാൻ പറഞ്ഞില്ല, ഡയറ്റ് ഞാനിപ്പോൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണില്ല, പക്ഷേ ഭയങ്കര ആയിട്ട് അങ്ങനെ പൊരിച്ചതും കാര്യങ്ങളൊന്നും അങ്ങനെ കഴിക്കലില്ല. പിന്നെ നമുക്കറിയാമല്ലോ തടി കൂടുന്ന ഫുഡുകൾ ഏതൊക്കെയാണ്, നമുക്ക് പറ്റാത്ത ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. അതൊക്കെ ഞാൻ കഴിയുന്നതും കുറയ്ക്കലുണ്ട്. പിന്നെ ചോറ് കഴിക്കുന്നുണ്ട് ഇപ്പം, എന്നാലും വെയിറ്റ് വല്ലാതെ കൂടിയിട്ടില്ല. അപ്പോൾ വർക്കൗട്ട് ചെയ്യുക, ഒരു നോർമൽ ലെവലിലുള്ള വർക്കൗട്ട് ചെയ്യുക, പിന്നെ ഫുഡൊന്ന് കൺട്രോൾ ചെയ്യുക. എന്നാൽ തന്നെ നമുക്കിത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഞാനൊരു ന്യൂ യൂട്യൂബറാണ്. നിങ്ങൾക്ക് നമ്മളെ പോലുള്ള ന്യൂ യൂട്യൂബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? എങ്ങനെ നമ്മൾ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാം? അപ്പം പുതിയ യൂട്യൂബേഴ്സിനോടുള്ള എന്താ പറയാനുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. ഇപ്പോൾ ഫസ്റ്റ് ടൈം സ്റ്റാർട്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ ഇടാനായിട്ട് നോക്കുക, അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് റീച്ചും അത്യാവശ്യം കയറി കിട്ടും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കിതൊന്നും അറിയുന്നുണ്ടായില്ല ഇനി. അപ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വലിയ വലിയ ചാനൽസൊക്കെ നോക്കുമ്പോൾ, അതായത് ഈ ഡൈസ് മീഡിയ അങ്ങനത്തെ ചാനൽസൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് വീഡിയോസ് ഉണ്ടാവുള്ളൂ, പക്ഷേ നല്ല സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവും. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഇടാൻ പാടുള്ളൂ, പക്ഷേ കുറേ സബ്സ്ക്രൈബേഴ്സ് കയറണം. അതായത് ഒരു വീഡിയോ തന്നെ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നാലാണ് നമ്മുടെ ചാനൽ എന്തോ വലിയ സംഭവം. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ വിചാരം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ അതൊരു പൊട്ടത്തരാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഇപ്പോൾ പുതിയ പുതിയ ചാനൽസ് വരുമ്പോൾ അവരൊക്കെ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഡെയിലി വീഡിയോ ഇട്ടാൽ നമുക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടും. ഇത്താൻ്റെ ഫാമിലിയെ കുറിച്ചെല്ലാം വിശദമായി പറയൂ. എൻ്റെ ഫാമിലിയിൽ എനിക്ക് 2 ബ്രദേഴ്സാണുള്ളത്, ഉപ്പ ഉമ്മ. ഇപ്പം നാട്ടിൽ ഞാനും എൻ്റെ ഒരു ബ്രദറും മാത്രമേ ഉള്ളൂ. നമ്മളെ നടുവത്തെ ബ്രദർ ഉപ്പാൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, റിയാദിലാണുള്ളത് ഇപ്പോൾ. 1 മാസത്തോളമായി ഓന് അങ്ങോട്ടേക്ക് പോയിട്ട്. പിന്നെ അനീസ്ഖാൻ്റെ ഫാമിലിയിൽ വന്നിട്ട് 4 ആൺകുട്ടികളാണ്. മൂത്തത് ഇക്കാക്കക്ക് വൈഫുണ്ട്, വൈഫും പിന്നെ 2 മക്കളുണ്ട്, അയാനും ഐഷും. അതിനും ഇപ്പം നഴ്സറി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഐഷുവിന് 2 വയസ്സ് കഴിഞ്ഞു, 2.5 വയസ്സായിട്ടുണ്ട്. പിന്നെന്താ, ഇത്താത്ത ടീച്ചറാണ്. അതുപോലെ പിന്നെ രണ്ടാമത്തതാണ് അനീസ്ക, പിന്നെ ഞാൻ, മീൻസ് അനീസ്ഖാൻ്റെ വൈഫായിട്ട് ഞാൻ. പിന്നെ അനീസ്ഖാൻ്റെ താഴെ 2 അനിയന്മാരാണുള്ളത്. അമലിപ്പം LLB കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്, ലാസ്റ്റ് ടൈം എക്സാം നടക്കുകയാണ് അവനക്ക്. പിന്നെ ഉള്ളത് സബീൽ, ബിച്ചു എന്നാണ് നമ്മൾ വിളിക്കുക. ബിച്ചു ഇപ്പം ഒരു മൊബൈൽ സർവീസിൻ്റെ ഒക്കെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഇപ്പം ഇമ്മയുണ്ട്. ഇപ്പം ചന്ദ്രികയിൽ ഇനി വർക്ക് ചെയ്തിരുന്നത്, ഇപ്പം റിട്ടയർ ആയിട്ടുണ്ട്. പിന്നെ ഉമ്മ വീട്ടിൽ തന്നെയാണ്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ പ്രഗ്നൻ്റ് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മളെ സമയമാകുമ്പം, നിങ്ങളൊക്കെ അറിയിക്കേണ്ട സമയമാകുമ്പം എന്തായാലും എല്ലാവരോടും പറയുന്നതായിരിക്കും ഇൻഷാല്ലാ. ഞാനിതൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ സോർട്ട് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടേനി, പക്ഷെ മടിയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. B.Ed ക്ലാസ് കഴിഞ്ഞോ? ഇപ്പോൾ എന്താ പഠിക്കുന്നത്? B.Ed ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ ആയി. ഞാൻ 2020 പാസ് ഔട്ട് ആയ ആളാണ്. പക്ഷേ ഇതുവരെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. B.Ed ക്ലാസ് അന്നേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം എന്താ പഠിക്കുന്നത്? ഇപ്പോൾ ഞാനൊന്നും പഠിക്കണില്ല, എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ഇനി ഇൻഷാല്ലാ PGക്ക് ജോയിൻ ചെയ്യും, ഈ വർഷം തന്നെ PGക്ക് ജോയിൻ ചെയ്യും. ഇനി ഫുൾ ഈ ഫ്ലാറ്റിൽ തന്നെയാണോ? അല്ലല്ല, ഇനി ഫ്ലാറ്റിൽ നമ്മൾ കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഫ്ലാറ്റ് ഒഴിവാക്കും, നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. ന്യൂ ഹോം മാറിയപ്പോൾ ബിസി ആയിപ്പോയോ എന്ന് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിനി കുറച്ചൊരു ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അങ്ങനെയല്ലേനും ഉണ്ടായിനിയത്. ഏത് സമയം നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാനുണ്ടേനി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബിസി ആയിരുന്നു ഫസ്റ്റത്തെ ആ സമയത്തൊക്കെ. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി ടാബിൽ വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറേ സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളതും അതുപോലെ എന്താ ഇത്ര ബ്രേക്ക് എടുത്തതെന്നുള്ള ആ 2 ക്വസ്റ്റ്യൻസ് കുറേ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും വായിക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരുടെ ക്വസ്റ്റ്യനും ഞാൻ ആൻസർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോസ് വരുന്നതാണ് കേട്ടോ, കുക്കിംഗ് വീഡിയോസ് ആയിട്ടും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് ഇൻഷാ അള്ളാ ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടേക്ക് കെയർ.